സാറേ, ഇതിൽ വലിയ സംഭവമൊന്നുമില്ല. ടോയ്ലറ്റ് തെന്നി വീണു, തലയിടിച്ചു മരിച്ചു. ക്ലീൻ. എല്ലാ ചാനലുകാർക്കും നന്ദി. പോയി വന്നേക്കണ എല്ലാ ചാനലുകാർക്കും നന്ദി. ഒരുപാട് നാട്ടിൻപുറത്തനായ എന്റെ മോൻ, നാട്ടിൻപുറത്തനായ ഈ ജിൻഡോ ഇതുപോലെ കണ്ടിട്ട് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത് മാണിക്യമ്പലത്തിന്റെ ഈ നാടിന്റെ വിജയമായിരിക്കും അത്. ഞാനും അന്ന് വിചാരിച്ചത് ഈ മാണിക്യമംഗലം നാടിനൊരു അഭിമാനമാവണേ. ഈ രൂപയേക്കാൾ കൂടുതൽ ഞാൻ പ്രാധാന്യം കൽപ്പിച്ചു. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട്. ഈ നാടിന്റെ അഭിമാനമാണെന്ന് എല്ലാവരും പറയും. ഈ നാട്ടിലുള്ളവരെല്ലാം പറയും ജില്ല ജയിക്കണം, നാടിന്റെ അഭിമാനമാണെന്ന്. അപ്പോൾ ഞാൻ മാണിക്യമംഗലം കളിക്ക് കപ്പ് ഉയർത്തി വന്ന് നിൽക്കണേ. എല്ലാ ആൾക്കാർക്കും കാണാനും കേൾക്കാനും സാധിക്കണേ. എല്ലാ ഈ നാടിന് ശരിക്കും ഒരു അഭിമാനമാവണമെന്ന് മാത്രം ഞാൻ ചിന്തിച്ചു. അങ്ങനെ മാത്രം ഞാൻ പ്രാർത്ഥിച്ചു. പണത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഞാൻ അതിനായിരുന്നു. നാടിന്റെ മുത്താണ് എന്റെ മോൻ. ഈ നാടിന്റെ മാണിക്യമംഗലം നാടിന്റെ മുത്താണ്, രാജാവ്. എല്ലാവരോടും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവരോടും, ബിഗ് ബോസിനോടും മോഹൻലാൽ സാറിനോടും നന്ദി. മണ്ഡലിൽ പിടിച്ച ഒരാളെയാണ് ഇപ്പം രാജാവാക്കിയിരിക്കുന്നത്. അതിനോടുള്ള ഒരു പ്രതികരണം. ഈ മണ്ഡലിൽ പിടിച്ച ഒരാളെയാണ് ഇപ്പൊ രാജാവാക്കിയിരിക്കുന്നത്. ആളെയാണ് രാജാവാക്കിയിരിക്കുന്നത്. ഇതുപോലെ ഉയർത്തി രാജാവായി വന്നത് അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം, ദൈവത്തിന്റെ ഒരു ശക്തി. ഒരു സാധാരണക്കാരനും ബിഗ് ബോസ് വിൻ ചെയ്യാൻ പോകുന്ന ജില്ലയുടെ തെളിയിച്ചിരിക്കുകയാണ്. അമ്മയ്ക്ക് എന്താ അത് പറയാ? സാധാരണക്കാരൻ ഇത്ര നിലയിലെത്തിയത് എന്റെ ജില്ലാമോൻ ചെറുപ്പം മുതൽ കഷ്ടപ്പാടിന്റെ അധ്വാനത്തിന്റെ ഫലവും ദൈവത്തിന്റെ അനുഗ്രഹവും നാട്ടുകാരുടെ സഹകരണവും എല്ലാമാണ് ഇതിന്റെ പിന്നിൽ. അതാ എല്ലാ പ്രേക്ഷകരുടെയും തുണയാണ് ഈ വിജയത്തിന്റെ കാരണം. മതിയോ? ജിൻഡോയ്ക്ക് എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് അമ്മ? ജിൻഡോയ്ക്ക് ഇവിടെ ഇല്ലാത്ത ഇപ്പൊ കുറച്ച് ദിവസമായില്ല ചിക്കനും മട്ടനും ബീഫൊക്കെ കഴിച്ചിട്ട് അതൊക്കെ ഒന്ന് തയ്യാറാക്കാം. അങ്ങനെ ആഗ്രഹം. അപ്പൊ അവൻ കുറെ നാളായി ഇതൊക്കെ കഴിച്ചിട്ട്. ജിൻഡോയെ ഇതേപോലെ എന്തെങ്കിലും വഴക്കൊക്കെ പറയും, തെറിയൊക്കെ വിളിച്ചവരുടെ വൈരാഗ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അവന് ഒരു വൈരാഗ്യം ആരോടും ഇല്ല. അമ്മയ്ക്ക് അങ്ങനെ ആരെങ്കിലും ഇല്ല, എനിക്ക് ആരോടും വൈരാഗ്യമില്ല. അവർ കളിയല്ലേ, മത്സരമല്ലേ, അവർക്ക് ജയിക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടോ, അപ്പൊ അങ്ങോട്ടും കൂടെ എന്തെങ്കിലുമൊക്കെ പറയും. അത് അപ്പൊ തന്നെ തീരുകയും ചെയ്യും. അത് പുറത്തേക്ക് ആ വൈരാഗ്യം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അതില് ഉടനെ ജിൻഡോയുടെ കല്യാണം ഉണ്ടാവോ? കല്യാണം ഉണ്ടാവുമെന്ന് വെച്ചാൽ അടുത്തന്നെ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. നടത്താൻ സാധിച്ച നടത്തണം. എന്തായാലും കല്യാണം നടത്തണം, ഒരുപാട് താമസിക്കാണ്ട്. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കണം. വന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ. പോകുമ്പോ വിചാരിച്ചിരുന്നോ കപ്പടിക്കുന്നു? കപ്പടിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യമേ എല്ലാത്തിനും വിജയം വന്നതും കൊണ്ട് ഒരു പ്രതീക്ഷയുണ്ടായി മോൻ കരകയറി പോരൂന്ന്. പിന്നെ ആദ്യത്തെ പ്രാവശ്യം ഇവിടെ ഒരു പ്രതികരണം കണ്ടപ്പോ ഒരു മനസ്സിൽ ഒരുപാട് ടെൻഷനുകൾ തോന്നി. ആകെ ഇതാവാണല്ലോ, ദൈവമേ താവാണല്ലോന്ന് ഓർത്ത് ഒരുപാട് വിഷമിച്ചു ഞാൻ. ശരിക്കും വേദന തോന്നിയില്ല? അതൊക്കെ വേദന തോന്നി, ഒരുപാട് വിഷമിച്ചു. ഒരു 8-9 മാലയിട്ട് മണ്ടമ്പട്ടം ചാടി കൊടുത്തപ്പോ അതിൻ്റെതായ ഒരു ടെൻഷൻ ഭയങ്കരമായി ഉണ്ടായി. അവന്റെ കണ്ണീരും കരച്ചിലും അങ്ങനെയെല്ലാം. പിന്നെ പല പ്രാവശ്യം ചോറിന്റെ മുമ്പിലും ഭക്ഷണത്തിന്റെ മുമ്പിലൊക്കെ ഇരുന്ന് കരയും. അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളും എല്ലാം അങ്ങനെ വേസ്റ്റൊക്കെ ഇട്ട് അടിച്ചു വാരുകയും എല്ലാം ചെയ്ത സമയത്തൊക്കെ ഒരുപാട് വിഷമങ്ങളുണ്ടായി. സമയത്ത് ഒരുപാട് വിഷമങ്ങളുണ്ടായി. അതെല്ലാം പിന്നെ ആരോടൊന്നും വെച്ച് വൈരാഗ്യമില്ല.
എന്നുവെച്ചാൽ അവരുടെ കളിയുടെ ഭാഗമാണ് അകത്തേക്ക് കഴിയുമ്പോൾ തീർന്നോളൂ. അപ്പോഴത്തെ ആ ദേഷ്യത്തിന് ചെയ്തു, അത്രേ ഉള്ളൂ. അങ്ങനെ കണക്കാക്കിയിട്ടുള്ളൂ. അപ്പൊ കുറെ അധികം വിഷമം തോന്നി. കുറെ പേര് ജാസ്മിൻ ജയിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ബിഗ് ബോസ് ജാസ്മിന് കപ്പ് കൊടുക്കുന്നൊക്കെ പേടിച്ചിരുന്നോ? അങ്ങനെ ഒരു തോന്നല് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ തോന്നല് പുറത്ത് പറച്ചിലൊക്കെ ഉണ്ടായതും കൊണ്ട് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നു. പിന്നെ ഭൂരിപക്ഷം വോട്ട് കണ്ടമാനവനുള്ളതും കൊണ്ട് ഇവന് തന്നെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായി. എപ്പോഴായാലും പിന്നെ സാറ് വരുന്ന സമയത്ത് ജിൻഡോന് എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കാൻ, ശിക്ഷ കൊടുക്കാൻ വരുന്ന സമയത്തായാലും സാറ് വിളിക്കുന്ന സമയത്ത് ഒരു പുഞ്ചിരിയോട് കൂടിയാ ജിൻഡോ നിർമ്മലുള്ള പിടി ഒരു പുഞ്ചിരിയോട് കൂടിയാ. അതൊരു സന്തോഷമായിരുന്നു. സാറേ ഇതിൽ വലിയ സംഭവമൊന്നുമില്ല. ടോയ്ലറ്റ് തെന്നി വീണു, തലയിടിച്ചു മരിച്ചു, ക്ലീൻ.